ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സുചിത്ര അങ്ങനെ അണിഞ്ഞൊരുങ്ങി മണവാട്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, പ്രിയാമണി തൻ്റെ ഒരുക്കം കഴിഞ്ഞില്ല, അതേ മോളൊരുങ്ങി വന്നു എന്ന് പറയണോ. എൻ്റെ മാഷേ, അതിന് അവരിറങ്ങിയിട്ടില്ലല്ലോ 101-ലുള്ളവർ, അവരിപ്പോൾ ഇറങ്ങും പ്രിയ, ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാവോ? അവരിറങ്ങണ മുമ്പേ ഇഷിത ഇങ്ങോട്ട് വരും, ഇഷു വരുമ്പോൾ ഇറങ്ങിയാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഇഷിത അങ്ങോട്ടേക്ക് വരും കേട്ടോ. അത് കേൾക്കണതും അത് കണ്ടത് നമ്മുടെ മാഷ് ചോദിക്കണ്ട്, എല്ലാ മോളെ അവിടെയുള്ളവരൊക്കെ ഇറങ്ങാനായോ? അത് അച്ഛാ, എന്താ മോളെ, അത് ഇതുവരെ വിനോദ് എത്തിയിട്ടില്ല. വിനോദ് എത്തിയിട്ടില്ലെന്നോ? ചേച്ചി എന്തൊക്കെയാണ് പറയണത്? അതേ മോളെ, വിനോദ് എത്തിയിട്ടില്ല ഇതുവരെ കേട്ടോ. എൻ്റെ ഇപ്പോൾ ഈശ്വര, അവൻ ഞങ്ങളെ വീണ്ടും ചതിച്ചോ എന്ന് പ്രിയാമണി പറയുമ്പോഴേക്കും മാഷ് പറയണ്ട, പ്രിയേ താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വിനോദ് അങ്ങനെ ചതിക്കുന്ന ഒരുത്തനല്ല, പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാ. ഇതെന്തെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ പെട്ടതായിരിക്കും അല്ലേ മോളെ? ആയിരിക്കാം, മഹേഷ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാണ്. അല്ല, വിനോദിൻ്റെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കിയില്ല എന്ന് സുചിത്ര ചോദിക്കുമ്പോൾ വിളിച്ചു നോക്കി, പക്ഷെ അവൻ ഫോൺ സ്വിച്ച് ഓഫാണ് എന്ന് പറയാണ്. മോൾ ടെൻഷനൊന്നും അടിക്കേണ്ട, എന്തിനും ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ടതായിരിക്കും. ചേച്ചി സത്യം പറ, ചേച്ചിക്ക് എന്തോ അറിയാം, ചേച്ചി എന്തോ മറച്ചു വയ്ക്കുക, പറ ചേച്ചി എന്താ സംഭവിച്ചത്? സത്യമായിട്ട് എനിക്ക് അറിയില്ല മോളെ എന്ന് പറയണം. മഹേഷ് അന്വേഷിക്കുന്നുണ്ട്, ചിലപ്പോൾ ചിലപ്പോൾ വിനോദ് വന്ന് കാണുമായിരിക്കും ഫ്ലാറ്റിൽ, ഞാൻ പോയി നോക്കാം എന്ന് പറയുമ്പോൾ സുചിത്ര കരഞ്ഞുകൊണ്ട് അകത്ത് കയറി പോകുക കേട്ടോ. ശേഷം മാഷിനോട് ഇഷിത പറയുന്നുണ്ട്, അച്ഛാ ഞാനൊന്ന് പോയിട്ട് അപ്പുറത്ത് പോയിട്ട് അത് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത അപ്പുറത്തേക്ക് പോകുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആകാശിനെയാണ്. ആകാശിനോട് അൻസാരിദാസ് ചോദിക്കേണ്ടത്, എല്ലടോ ആ ആതിരയുടെ കുടുംബത്തിന് ഉള്ളിടത്തല്ലേ മാറ്റിയേക്കണത്? അതെ സാർ, സേഫായിട്ടുള്ളിടത്ത് മാറ്റിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, ഇനി അവരെ ആരും അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. അതേതായാലും നന്നായി. അവനെ എന്നെ വെല്ലുവിളിക്കാനൊക്കെ അയക്കണം. അവനെ രാഷ്ട്രീയത്തിൽ ഇറക്കിയത് ഞാനാ, എന്നിട്ട് എനിക്ക് നേരെ തന്നെ അവൻ തിരിഞ്ഞിരിക്കുന്നു. അല്ല, അവനെ കാണാതായിക്കുന്ന പോലീസിനെ സമീപിക്കും മഹേഷ്. അപ്പം സത്യങ്ങളൊക്കെ അറിയട്ടേടോ, പക്ഷെ അതിനു മുമ്പ് നമ്മൾ അറിയിക്കണം മീഡിയക്കാരെ. എടോ ഇങ്ങോട്ട് വന്നേടോ എന്ന് പറഞ്ഞിട്ട് കാര്യസ്ഥനെ വിളിക്കുകയാണ്. എന്താ സാറേ? അതെ, മീഡിയക്കാരെ താൻ കാര്യങ്ങളൊക്കെ അറിയിക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും എന്ന് പറയാണ്. ശരി സാറേ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ആകാശ് പറയുന്നുണ്ട്, എന്തായാലും കൊള്ളാം, പെണ്ണ് കെട്ടേണ്ടവൻ ജയിലിൽ കിടക്കുന്നു, ഒന്നും അറിയാതെ താലി ചാർത്തി അവൾ സുമംഗലിയായിട്ടിരിക്കേണ്ടവൾ ഫ്ലാറ്റിലിരുന്ന് കരയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ചിരിക്കുക കേട്ടോ. എന്നിട്ട് തന്നെ മീഡിയക്കാരെ അറിയിക്കണം, അവൻ പുറത്തിറങ്ങുമ്പോൾ തന്നെ മീഡിയക്കാരെ അവനെ പൊതിയണം, അവനെ ജയിലിലേക്ക് കൊണ്ടുവന്ന മുമ്പ് മീഡിയക്കാരെ പൊതിയണം. ഒരാഴ്ച മീഡിയക്കാർക്ക് ആഘോഷിക്കാൻ ഇത് മതിയല്ലോ എന്ന് പറയാണ്. മര്യാദക്ക് 2 കൈ നീട്ടി ഞാൻ മരുമകനായിട്ട് അവനെ സ്വീകരിക്കാൻ തയ്യാറായതാണ്. അപ്പം അവനത് പറ്റില്ല. എന്തായാലും എൻ്റെ മോള് ഇനി അവനെ മറന്നോളും. ഈ അൻസാരിദാസിനടുത്ത് കളിച്ച എന്ത് സംഭവിക്കുമെന്ന് അവനെ മനസ്സിലായി കാണും. വിഡ്ഢി, പരമവിഡ്ഢി എന്ന് പറഞ്ഞിട്ട് അൻസാരിദാസ് ചിരിക്കുകയാണ്. ശേഷം ആകാശ് പറയുന്നുണ്ട്, സർ ഞാനെന്നാൽ പോയിക്കോട്ടെ, ഇത് കേൾക്കുമ്പോൾ രചനക്ക് ഭയങ്കര സന്തോഷമാവും, ഞാൻ ഈ സന്തോഷ വാർത്ത അവൾക്ക് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകുക കേട്ടോ. പിന്നീട് കാണിക്കണം വീണ്ടും മഹേഷിനെയാണ്. മഹേഷും ഇഷിതയും അതുപോലെ തന്നെ സ്വപ്നവലിയും രാമനാഥനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഇഷിത പറയണ്ടേ, ഇനി നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നിട്ട് കാര്യമില്ല, വിനോദിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയേണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവൻ്റെ വീട് വരെ ഒന്ന് പോയി നോക്കാം എന്ന് പറയാണ്. നിങ്ങൾ അതിന് മുമ്പ് അവനിവിടെ വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിവരം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ആകാശിൻ്റെ ഫോൺ മഹേഷിൻ്റെ കോളിലേക്ക് വരും കേട്ടോ. അവനാ വിളിക്കണം, ആകാശ് ഫോൺ എടുക്കുക എന്ന് ഇഷിത പറയാണ്. അങ്ങനെ മഹേഷ് ഫോൺ എടുക്കണ്ട്. ഹലോ, അയ്യോ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? എപ്പോഴാ താലി കെട്ട്? എടാ നീ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കല്ലേ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുമില്ല, താലി കെട്ടാനും പോകുന്നില്ല, നിങ്ങളിപ്പോൾ ആകെ ടെൻഷനിലല്ലേ? സത്യം പറയടാ, നീ എൻ്റെ അനിയനെ എവിടെ കൊണ്ടിടാ ഒളിപ്പിച്ചിരിക്കണത്? എൻ്റെ അനിയൻ എവിടെയിടാ? അയ്യോ നിൻ്റെ അനിയനെ ആരും ഒളിപ്പിച്ചിട്ടൊന്നും ഇല്ലടാ, നിൻ്റെ അനിയൻ എവിടെയാണെന്ന് നിനക്കറിയണോ? അവനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്, അവനിപ്പോൾ വിശ്രമിക്കുക, നല്ല സർക്കാർ മന്ദിരത്തിൽ വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മഹേഷിനെ കാര്യം മനസ്സിലായി, ജയിലിലാണെന്ന്. മഹേഷ് ആകെ ഒന്ന് ഞെട്ടിത്തരിക്കുക കേട്ടോ. ആകാശ് ഇപ്പോൾ പിന്നീട് എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊന്നും നമ്മളെ കേൾപ്പിക്കണില്ല. ശേഷം മഹേഷ് ഫോൺ കെട്ടുകയാണ്. ഇഷിത ചോദിക്കണ്ടേ, എന്താ അയാൾ പറഞ്ഞത്? എന്താ പറഞ്ഞത്? വിനോദിനെക്കുറിച്ച് അയാൾക്ക് എന്തെങ്കിലും അറിയാവോ? അറിയാം. വിനോദ് പറ. അപ്പോഴേക്കും സ്വപ്നവലി പറയണ്ട, മോനെ എവിടെയാണ് അവനുള്ളത്? മുഹൂർത്തമൊന്നും നോക്കണ്ട, എന്തായാലും ഇത് താലികെട്ട് നടത്താം എന്ന് സ്വപ്നവലി പറയുമ്പോഴേക്കും മഹേഷ് പറഞ്ഞിട്ട്, അതിന് നടക്കില്ല അമ്മേ. നടക്കില്ലെന്നോ? എന്തുകൊണ്ട് നടക്കില്ല? വിനോദ് പോലീസ് സ്റ്റേഷനിലാണ്, ജയിലിലാണ്. ജയിലിലോ? അവനെതിനെ ജയിലിൽ കിടക്കണത്, അതിന് എന്ത് തെറ്റാ അവൻ്റെ പേരിൽ പോലീസുകാർ കണ്ടുപിടിച്ചിരിക്കണത് എന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അത്. അപ്പോഴേക്കും ഇഷിത ചോദിക്കുകയാണ്, എന്താ മഹേഷ്, എന്തൊക്കെ തെറ്റാ വിനോദിൻ്റെ തലയിൽ അവരിട്ട് വെച്ചിരിക്കണത്? ആ പഴയ ആതിര കേസ്. ആതിര കേസോ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാണ്. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുക കേട്ടോ. ആതിരയും കുടുംബവും വീണ്ടും പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുക വിനോദിനെതിരെ എന്ന് പറയാണ്. അതിനുശേഷം മഹേഷ് പറഞ്ഞു, ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. സ്വപ്നവലി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമനാഥൻ പറയുന്നുണ്ട്,
മോളെ മാഷ് ഭയന്ന് തന്നെ നടന്നല്ലോ മോളെ എന്ന് പറയാണ്. അത് കേട്ട് ഇഷിത കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. രാമനാഥൻ സ്വപ്നവേലിനെ സമാധാനിപ്പിക്കുകയാണ്. ശേഷം മാഷിനെയും അതുപോലെ തന്നെ പ്രിയാമണിനെയും ആട്ടോ കാണിക്കണത്. ഇഷു ഇതുവരെ വന്നില്ലല്ലോ മാഷേ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇനി എങ്ങനെയാണ് ആ ഫ്ലാറ്റിലേക്ക് കയറി പോവാ, ഇഷു വരുമായിരിക്കും, എനിക്ക് അവിടെ നിന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടേക്ക് ഇഷിത അങ്ങോട്ടേക്ക് വരുക കേട്ടോ. ആ മോള് വന്നല്ലോ, എന്താ വിനോദ് എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടിട്ട് സുചിത്രയും വരുന്നുണ്ട്. എന്താ ചേച്ചി, എന്താ പ്രശ്നം, എന്തു പറ്റി വിനോദിന്, എന്തു പറ്റി ചേച്ചി, പറ ചേച്ചി എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി ചോദിക്കണ്ടേ എന്താ മോളെ, വിനോദിന് എന്തെങ്കിലും അപകടം പറ്റുമോ, മോളൊന്ന് തെളിച്ച് പറയാമെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സുചിത്ര പറയണ്ട ചേച്ചി വിവാഹം നടക്കില്ലെന്ന് വേണമെങ്കിൽ പറഞ്ഞു, പക്ഷേ വിനോദിന് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് മാത്രം എന്നോട് പറയില്ല, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് അത് മോളെ ഇന്ന് വിവാഹം നടക്കില്ല എന്ന് പറയാണ്. നടക്കില്ലെന്നോ എന്ന് മാഷ് ചോദിക്കുമ്പോൾ അതേ അച്ഛാ ഇന്ന് വിവാഹം നടക്കില്ല, വിനോദിന് ഇന്ന് വരാൻ പറ്റില്ല. എന്താ കാരണം? അത് വിനോദ് പോലീസ് സ്റ്റേഷനിലാണ്, കള്ളക്കേസിൽ വിനോദിനെ ശത്രുക്കൾ കുടുക്കിയിട്ടിരിക്കുക. കള്ളക്കേസിലോ, പോലീസ് സ്റ്റേഷനിലോ? മോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്ത് കേസിലാണ് അവനങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കണത്? ജാമ്യത്തിനെടുക്കാൻ പറ്റില്ലേ? പെട്ടെന്നൊന്നും ജാമ്യം കിട്ടാത്തൊരു കേസാ അച്ഛാ. എന്ത് കേസാന്ന് ചോദിക്കുമ്പോൾ അത് പഴയ ആതിര കേസാ എന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ ഒന്ന് ഞെട്ടിദ്ധരിക്കാട്ടോ. ഇഷിത പറയുന്നുണ്ട് ആതിര കേസിൽ വിനോദ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളെ രക്ഷിക്കുകയാണ് വിനോദ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആതിര കേസ് വീണ്ടും തലപൊക്കിയിരിക്കുക, വിനോദിനെ ആദ്യ പ്രതി എന്ന് പറഞ്ഞിട്ട് ജയിലിൽ അടച്ചിരിക്കണത് എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അത് കേട്ട് സുചിത്ര കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവാട്ടോ. ഇഷിത പറയുന്നുണ്ട് അമ്മേ അവളൊന്ന് ആശ്വസിപ്പിക്കുക, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോവുകയാണ്. മാഷിനോട് പ്രിയാമണി പറയുന്നുണ്ട് ഞാൻ എങ്ങനെ അവളെ ആശ്വസിപ്പിക്കും മാഷേ, പാവം കതിർ മണ്ഡപത്തിൽ വലതുകാലി വെച്ച് കുത്താൻ വേണ്ടി കാത്തിരുന്നവള്. ഇത് ശത്രുക്കൾക്ക് ഇതെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പേ ചെയ്തുകൂടായിരുന്നോ? ഈ മുഹൂർത്ത സമയത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നോ? ഞാൻ അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും മാഷേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണി സുചിത്രയുടെ റൂമിലേക്ക് കയറി പോകുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാണ്. സ്റ്റേഷനിലുള്ളിലേക്ക് കയറുമ്പോൾ ജോർജ് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇതാരും മഹേഷ് സാറോ? അല്ല സാറെന്താ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അനിയനെ എൻ്റെ അനിയനെ എന്തിനാണ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇത് കള്ളക്കേസാണെന്ന് ജോർജിനും അറിയാം, പോലീസുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ ഇങ്ങനൊരു കള്ളക്കേസ്? വിനോദ് മാളിയേക്കലിൻ്റെ കാര്യമാണ് പറയണേ അല്ലേ? ഇന്നലെ രാത്രി ഒരു പീഡന കേസിൽ ഒരാളെ പിടിച്ച് അകത്തിട്ടിരുന്നു, അത് വിനോദ് മാളിയേക്കൽ ഞാൻ മറന്നുപോയി, മഹേഷിൻ്റെ അനിയനാണെന്ന് ഞാൻ മറന്നുപോയി എന്ന് പറയാണ്. അവൻ എന്തിനാണ് ജയിലിൽ പിടിച്ചിട്ടേക്കണത്? എന്തിനാ ഇങ്ങനെ കള്ളക്കേസ് കൊടുത്ത് അവൻ്റെ ജീവിതം ഇല്ലാതാക്കണത്? എൻ്റെ മഹേഷിന് നന്നായിട്ട് അറിയാം വിനോദിന് ആരാണ് കള്ളക്കേസിൽ കൊടുക്കിയെന്നും എന്തിനാണ് ജയിലിലിട്ടേക്കണതും എല്ലാ കാര്യങ്ങളും അറിയാലോ. ഇതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. എനിക്ക് എൻ്റെ അനിയനെ കാണണം എന്ന് പറയാണ്. അതിനെന്താ കാണാലോ എന്ന് പറയാണ്. എടോ വിനോദിനെ കാണിച്ചു കൊടുക്കുക എന്ന് പറയാണ്. പിന്നെ ഇനി മുതൽ വിനോദ് മാളിയേക്കലില്ല, അവൻ്റെ രാഷ്ട്രീയ ജീവിതം തീർന്നു മഹേഷേ. അവന് ആ പട്ടം കൊടുത്തവർ തന്നെ ആ നിലത്തിട്ട് താഴ്ത്തിട്ട് ഉടച്ചു കളഞ്ഞു. ഇനി അവൻ വെറും വിനോദ്, ആതിര കേസിലെ പ്രതി വിനോദ്. അങ്ങനെയായിരിക്കും നാട്ടുകാരും എല്ലാവരും അറിയാൻ പോണത്, ഈ ലോകം മുഴുവൻ അറിയാൻ പോണത്. അവൻ ആ ഒരു പേരില്ല, ആതിരയുടെ പ്രതി എന്ന രീതിയിലായിരിക്കും അവന് ലോകം മുഴുവൻ അറിയാൻ പോണത്. പോയി കണ്ടോ എന്ന് പറയാണ്. അങ്ങനെ വിനോദ് ജയിലിൽ കിടക്കാട്ടോ. മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിനോദ് ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് പോലീസുകാരെ വരുന്നിട്ട് പറഞ്ഞിട്ട് വിനോദ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വിനോദ് പതുക്കെ തല ഉയർത്തി നോക്കുമ്പോഴേക്കും മഹേഷ് വളരെ വിഷമത്തോടു കൂടി തന്നെ സെല്ലിൻ്റെ അടുത്തേക്ക് വരുന്ന ഭാഗത്തോടു കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആകാശൻ രചനെ വിനോദിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം തന്നെ ആദി കേൾക്കുന്നുണ്ട്. ആദിക്കാകെ ദേഷ്യം വരുവാണ്. ആദി ഇവരുടെ അടുത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ശേഷം രചനയുടെ മുഖത്ത് നോക്കി പറയണ്ട് അതെ പ്രസവിച്ചത് കൊണ്ട് തന്നെ ഒരു സ്ത്രീ ഒരു അമ്മയാവും, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് പുച്ഛത്തോടു കൂടി തന്നെ ആദി അവിടെ നിന്ന് പോവുകയാണ്. രചനയ്ക്ക് ഒരു അടി കിട്ടിയപ്പോൾ തോന്നുക കേട്ടോ. ശേഷം മഹേഷിൻ്റെ അടുത്ത് വിനോദ് പറയുന്നുണ്ട് എന്നെ ജയിലിലിട്ടവർ ഇപ്പോൾ ജയിച്ച പോലെയാണ്, അവരെ ജയിക്കാൻ സമ്മതിക്കരുത്, ഓരോ അടിക്കും തിരിച്ചടി കൊടുക്കണം എന്ന് പറയാണ്. മഹേഷ് ശരിയെന്ന് പറയുന്നുണ്ട്. മഹേഷ് എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സുചിത്രയൊക്കെ ആകെ വിഷമത്തിലാണ് കേട്ടോ. മഹേഷും അതുപോലെ തന്നെ എന്തൊക്കെയോ തെളിയിക്കാൻ വേണ്ടി പോകുകയാണ്. അതേസമയം ആദിയാണെങ്കിൽ ആകാശിനെ രചനയ്ക്കെതിരെ എന്തൊക്കെയോ പണിയും കൊടുക്കുന്നുണ്ട്. എന്തായാലും നാളത്തെ എപ്പിസോഡ് കിടു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.